വൈൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിലേക്ക് കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണക്കാട് എസ്റ്റേറ്റിലാണ്. അപ്പം ബോണക്കാടിൻ്റെ എസ്റ്റേറ്റിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം വന്നത് GB25 എന്ന ബോണക്കാട് എസ്റ്റേറ്റാണ്. അപ്പോൾ ഇത് പണ്ടൊരു എസ്റ്റേറ്റ് ആയിരുന്നു. എസ്റ്റേറ്റും അവിടുത്തെ ആ ഒരു വീടും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ആരും ഇല്ല. ആരും താമസിക്കുക അങ്ങനെയൊന്നുമില്ല. ആളൊഴിഞ്ഞ പ്രദേശമാണ്. അതുമാത്രമല്ല ഇവിടെ എന്തോ ആത്മഹത്യയോ കൊലപാതകമോ അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇവിടെ പ്രേതബാധയുണ്ട് എന്നൊക്കെയാണ് ഇതിനടുത്തുള്ള ഗ്രാമവാസികളൊക്കെ പറയുന്നത്. ഇങ്ങോട്ടാരും പോകാറില്ല. ഇവിടെ പ്രേതമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയത് ഉച്ച സമയമായിരുന്നു. നല്ല വെയിലും ആയിരുന്നു. അതുമാത്രമല്ല അതിന് ചുറ്റുമുള്ള ചെടികളൊക്കെ നല്ല ഉണങ്ങി കരിഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെ ഈ കെട്ടിടത്തെ പറ്റി പറയുകയാണെങ്കിൽ കെട്ടിടം മൊത്തത്തിൽ ഒരു ശോഷിച്ച ഒരവസ്ഥയിലായിരുന്നു. അധികം നിലവാരമൊന്നുമില്ല. പക്ഷേ കെട്ടിടത്തിന് ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം മലയുടെ മുകളിലാണ്. അതുമാത്രമല്ല നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ എത്തിയ സമയത്ത്. അങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ GB25 പോകാൻ തന്നെ തീരുമാനിച്ചത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ടുമുണ്ട്. അപ്പം എത്രത്തോളം നമുക്ക് ലഭിച്ച ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതറിയില്ല. എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞ വീഡിയോസ് ഇടാൻ വേണ്ടി തോന്നുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും പോയി വീഡിയോസ് ഇടണമെന്ന സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ബോണക്കാടിൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതിനകം എങ്ങനെയാണ്, അവിടെയുള്ള കഥകൾ എന്തൊക്കെയാണ് എന്നെല്ലാം ബാക്കി വീഡിയോസിൽ കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗായ്സ്, മലയാളി വൈൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ബോണക്കാടുള്ള പ്രേത ബംഗ്ലാവിലാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ആദ്യം നമ്മൾ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പേരാണ് GB25 എന്ന ബോണക്കാട് പ്രേത ബംഗ്ലാവ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഈ ബംഗ്ലാവ് എങ്ങനെയുണ്ടെന്ന് കാണാം. കമോ. ഇത് ഹോളാണെന്ന് തോന്നുന്നു. ഇവിടെ സംഭവമൊക്കെ ക്യാൻ ഫെയറൊക്കെ കാണുന്നുണ്ട്. ഇവിടെ പിന്നെ വേറെ ആരെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മസാല ഐറ്റംസും തീ കൂട്ടിയ കല്ലൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ പിന്നെ അധികം ആരും വരാറൊന്നുമില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെപ്പോലെ കണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് വരുന്നതായിരിക്കാം. നോക്കാം. പിന്നെ ഇതിൻ്റെ തടിയും കമ്പിയൊക്കെ ആരും ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ബാക്കി അവശേഷിക്കുന്ന ഭാഗം ഇത്രയേ ഉള്ളൂ. എന്നാലും കാണാൻ കൊള്ളാം. നല്ലൊരു പഴയ വീടിൻ്റെ ആ ഒരു മോഡലുണ്ട്. അപ്പം ഇവിടെ വന്നവരാരും ഈ ചുമരിൽ പെയിൻ്റൊക്കെ വരച്ച് കരിയൊക്കെ വെച്ച് എഴുതി പെയിൻ്റൊക്കെ ഇങ്ങനെ വാരി തേച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയ മസാല ഐറ്റംസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. എല്ലാ മസാല ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കരിക്കട്ട, കല്ല്, കമ്പ് എല്ലാ സംഭവം. പിന്നെ മ്ലാവ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ ഉണ്ട്. മ്ലാവിൻ്റെയൊക്കെ വേസ്റ്റ് ഇഷ്ടംപോലെ ധാരാളം. അല്ല, മ്ലാവിൻ്റെ പക്ഷെ എത്ര കൊല്ലമായിട്ട് ഒരു വലിയ ഇളക്കി കൊണ്ടുപോയതല്ലാതെ വലിയ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് ഇന്നലെ വെച്ച വീട് വരെ പൊളിഞ്ഞു പോണു. എന്നിട്ടും ഇത്രയും കൊല്ലമായിട്ട് സംഭവത്തിന് യാതൊരു കേടുപാടോ ഒന്നുമില്ല. പക്ഷെ നല്ല കഴിവാണ്. പക്ഷെ നല്ലൊരു ഇതുണ്ട്, നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ആ ഒരു ഇതുണ്ട്. ഇത് അടുക്കളയാണ്. നല്ല വീതിയുള്ള അടുക്കള. നല്ല അടുക്കള നിന്നാൽ തന്നെ പുറത്തു നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് തന്നെ. കൊള്ളാം. നല്ല
അടുക്കളയിൽ നിന്നും നേരെ ഇറങ്ങുന്നത് അടുക്കളയുടെ അവിടെ. അവിടെ എന്തുണ്ട്? ജാമ്പയ്ക്കുണ്ട്, ചക്കയുണ്ട്. അടുക്കളയിൽ നിന്ന് വരിക, ചക്ക പറിക്കുക, കൊണ്ടുവയ്ക്കുക. തെറ്റാണല്ലോ. ഇത് സ്റ്റോർ റൂം ആയിരിക്കും. അടുക്കളയിൽ അടുത്തായതുകൊണ്ട് സ്റ്റോർ റൂം ആണെന്ന് നമുക്ക് ഉദ്ദേശിക്കാം. സാധനങ്ങളൊക്കെ വയ്ക്കണ്ടേ അവർക്ക് അടുക്കളയിൽ. ഇതായിരിക്കും സ്റ്റോർ റൂം. അവിടെ ഒന്നും ഇല്ലാട്ടോ, ഇതെല്ലാം സ്റ്റോർ റൂമിൽ തന്നെ. അടുക്കളയിൽ അടുത്തില്ല, അപ്പൊ സ്റ്റോർ റൂമിൽ തന്നെ സെറ്റ്. ഓ ജസ്റ്റ് മിസ്. അപ്പം കൊണ്ടു കുഴപ്പമില്ല. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. പക്ഷെ ഇതിൻ്റെ ഒന്നും ഇതുപോലും ഇളവിയിട്ടില്ല. സൗണ്ട് പോലും നല്ല ഹാർഡായിട്ടാണ് കേൾക്കുന്നത്. സ്ലാബ്. ഇതാണ് പണ്ട് ബ്രിട്ടീഷുകാരന്മാർ കണ്ടുപിടിച്ച ചിമ്മിനി. പണ്ട് SS ടീച്ചർ പഠിപ്പിക്കും. ഈ ചിമ്മിനി വൃത്തിയാക്കാൻ വേണ്ടി കൊച്ചു പിള്ളേരെ ഇറക്കി ചിമ്മിനി വൃത്തിയാക്കാറുണ്ടായിരുന്നു. SS ടീച്ചർ പഠിപ്പിക്കും 10ാം ക്ലാസ്സിൽ. ലക്ഷ്മി ടീച്ചർ അല്ല, ഫാക്ടറികളിലൊക്കെ ചിമ്മിനി വൃത്തിയാക്കാൻ വേണ്ടി കൊച്ചു പിള്ളേരെയാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഏത് റൂമുണ്ടെന്ന് നോക്കാം. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വന്നതാണ്. എന്തായാലും വന്നതല്ലേ, എല്ലാം കണ്ടിട്ട് പോവാം. അപ്പം നമ്മൾ നേരത്തെ അവിടെ കണ്ടത് സ്റ്റോർ റൂം. ഇത് ബാത്റൂം എന്തോ ആണ്. ബാട്ടപ്പൊക്കെ ഉണ്ട്. ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഓവ് എല്ലാം ഉണ്ട്. ഇത് കോമൺ ബാത്റൂമായിട്ട് തോന്നുന്നു. ഇതിൻ്റെ തടിയൊക്കെ ഇളക്കി കൊണ്ടുപോയിട്ടുണ്ട്. ആ പണ്ട് അടിച്ച സ്റ്റേപ്ലെയറിൻ്റെ പിന്ന് ഇപ്പോഴും അതേപോലെ നിൽപ്പുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അതിൻ്റെ അത്രത്തോളം ഇപ്പോഴും ആ സ്റ്റേപ്ലറിൻ്റെ പിന്ന് അതേപോലെ. പക്ഷെ തോന്നല്ലോ, എനിക്ക് ഇങ്ങനെ നിരത്തി അടിച്ചു വെക്കും. അപ്പം ഇത് ഒരു ബെഡ്റൂം ആണെന്ന് തോന്നുന്നു. കണ്ടവളിൽ ഇതേതോ ഗസ്റ്റിൻ്റെ റൂമോ ഗസ്റ്റ് റൂമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ മുകളിലുള്ള തട്ടൊക്കെ അവർ ഇളക്കിയിട്ടുണ്ട്. ആ കമ്പിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതും കൂടെ അവർ കൊണ്ടുപോയേനെ. പക്ഷെ വരച്ച് കുളമാക്കി കളഞ്ഞു. ഈ ബംഗ്ലാവിനൊരു കഥ എന്തോ ഉണ്ട്, കേട്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഫാക്ടറിയുടെ ഓണറായിട്ടുള്ള ഒരു സായിപ്പ് ഫാമിലി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സായിപ്പിൻ്റെ കൊച്ചെന്തോ അസുഖം വന്നോ ദുരൂഹ മരണത്തിലെന്തോ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം സായിപ്പ് ഫാമിലി ഇവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ ഇങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ല. അങ്ങനെ ഇതൊരു ഹോണ്ടഡ് പ്ലേസായി മാറിയെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തോ ഹോണ്ടഡ് പ്ലേസായി മാറിയെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു ലോക്കൽ കുട്ടി പെട്ടെന്ന് ഇന്നൊരിപ്പില് ഇംഗ്ലീഷ് എന്തോ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പിന്നെ നാട്ടുകാരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പല കഥകളും വരാറുണ്ട്. ഇതും കണ്ടിട്ട് ഒരു ബെഡ്റൂമായിട്ടാണ് തോന്നുന്നത്. ഇത് ബാത്റൂം. എല്ലാ ബാത്റൂമും പൊട്ടിച്ചിട്ടേക്കുകയാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ സാധനവും. ഒരു കേടുപാട് പോലും സംഭവിക്കാൻ. ഒരുപക്ഷെ ഈ കെട്ടിടത്തിന് ഇങ്ങനെയൊന്നും വരച്ച് എല്ലാം വയ്ക്കാതെ പെയിൻ്റൊന്നും അടിക്കാതെ ഈ സംഭവങ്ങളൊന്നും ഇളക്കാതെ ഇട്ടിരുന്നെങ്കിൽ അന്ന് കിടന്നതുപോലെ ഈ ബംഗ്ലാവ് ഇന്നും കിടക്കുമായിരുന്നു. ഈ തടിയൊന്നും ഇളക്കാതെ ഇട്ടിരുന്നെങ്കിൽ ഇന്നും ഈ ബംഗ്ലാവ് പഴയതുപോലെ കിടക്കുമായിരുന്നു. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. അടുത്ത റൂം സെറ്റ് റൂം, വലിയ റൂം. ഇങ്ങനെയൊക്കെ ഒരു മുറി കെട്ടണമെങ്കിൽ എന്തോ പൈസ വേണം. അപ്പം അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നിന്നാൽ തന്നെ ആ ഒരു വ്യൂ കാണാം.
അപ്പം നിന്ന് കഴിഞ്ഞാൽ തന്നെ സെറ്റായിട്ടുള്ളൊരു വ്യൂ ആണ്. കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ചിട്ടേക്കാണ്. അപ്പം നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വ്യൂ ആണ്. കൊള്ളാല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമും കൂടെ നോക്കാം. ഇവിടെ മൊത്തം പൊട്ടിച്ച അലങ്കോലമാണ്. ബാത്റൂമിനകത്ത് ചെടി വരെ പൊടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരും കിടക്കാത്തടുത്ത് ചെടിയല്ല, കടുവയും പുലിയും വരുമെന്നാണ് പേടിയാണ്. പക്ഷെ ഇവിടെ എല്ലാരും പറയും പോലെ പേടിക്കാനായിട്ടൊന്നുമില്ല. കൊള്ളാലോ, 2 കൊമ്പ്, നാക്ക്, 2 ചെവി. ഫോട്ടോ വരച്ചു വെച്ചാൽ ഇവിടെ ഒരു റൂമുണ്ട്. ഇതവരെ ബെഡ്റൂം ആയിട്ട് തോന്നുന്നില്ല. ബെഡ്റൂം ചിമ്മിനി. ഇതിനകത്തും വരുന്നവർ ക്യാമ്പ് ഫയർ നടത്താറുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ചാമ്പലൊക്കെ കിടപ്പുണ്ട്. ഇതിന്റെ മുകളിൽ വരെ അവന്മാരെ പേര് എഴുതിയിട്ടുണ്ട്. എങ്ങനെ കേറിയെന്നൊരു രക്ഷയില്ല. ഷീറ്റിൽ വരെ പേരെഴുതിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ചുടുകട്ടയ്ക്ക് ഇത്രയും പവറുണ്ട്. കാരണം മുകളിലിരിക്കുന്ന ചുടുകട്ടയ്ക്ക് ഇതുവരെ ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. നൈറ്റ് വരണം, ഈ ആംബിയൻസ് മൊത്തം മാറും കേട്ടോ. ലൈറ്റും ഇല്ല, കാട്ടിൻ്റെ ആ ഒരു ഇരുട്ടും തണുപ്പും കാറ്റിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഹൊറർ ഫീലിംഗ്. അതിൽ കൂടി കോഞ്ചറിങ് 2 എന്ന സിനിമയും കൂടെ ഉണ്ടെങ്കിൽ പൊളി. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റും ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, ബൈ.